ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ വ്ലോഗ്. അപ്പം ഇപ്പം സമയം ഏകദേശം 11:30. അപ്പം നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു ഡേ എങ്ങനെയായിരിക്കും എന്നാണ് ഈ വ്ലോഗിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ എണീച്ച് ഞാനൊരു 11 മണിയായപ്പോൾ എണീച്ച് കേട്ടോ. അതിന് അടുക്കളയിൽ കുറച്ച് പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണം. അതായത് എണീച്ച് കഴിഞ്ഞ് ഒരു ഫസ്റ്റ് ഹാഫ് അവർ എന്ന് വെച്ചാൽ എനിക്ക് റിലാക്സേഷനാണ്. അന്നേരം ഫോണും ഒന്നും ഞാൻ എടുക്കാറില്ല. അതിനുശേഷമാണ് ഞാനിത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഇത് എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ആൻറ്റി കോവയ്ക്ക തന്നതാണ്. അതിന്ന് വിഴുക്ക് വരട്ടണം. ആക്ച്വലി അത് എടുത്തപ്പോൾ ഇച്ചിരി ഉള്ളെന്ന് വിചാരിച്ച്, പക്ഷേ അരിഞ്ഞു തുടങ്ങിയപ്പം അത് നല്ലൊരു ക്വാണ്ടിറ്റിയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കുക്കറിനകത്ത് ഞാൻ കടല വേവിച്ചിട്ടുണ്ട്. പിന്നെ മീനിൻ്റെ തണുപ്പ് മാറ്റാൻ വേണ്ടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സത്യം പറയാലോ, നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരത്തെ എണീക്കണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ വിളിക്കാൻ ആരുമില്ല. പിന്നെ ഞാൻ ഫോണിൻ്റെ അലാറം വെക്കത്തതുമില്ല. ഈ ഉറക്കം തെളിഞ്ഞ് എണീക്കുക എന്ന് പറയത്തില്ലേ, ആ ഒരു പ്രോസസ്സിങ്ങാണ്. ഉറക്കം നന്നായിട്ട് തെളിയുമ്പോൾ ഞാൻ തന്നെ എണീക്കും. അതിനുശേഷം പക്ഷേ ഒരു പ്രശ്നമെന്ന് വിചാരിച്ചാൽ കുക്കിംഗ് ഉണ്ടെങ്കിൽ കുറച്ചൊരു ഹറി ബറി മൂഡായിരിക്കും. ഇനി മീൻ വറുക്കാനുള്ള അരപ്പും കൂട്ടത്തിൽ വിഴുക്ക് വരട്ടിയുള്ള അരപ്പും കൂടെ ഒരുമിച്ചിടുന്ന ഒരു സീനാണ് കേട്ടോ. അപ്പോൾ ആദ്യം മഞ്ഞൾ രണ്ടെണ്ണത്തിൻ്റെ അടുത്തും വേണം, മുളക്, പിന്നെ ഉള്ളി ഞാൻ സൈഡിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് മീൻ വറുത്തതിന് ഇടുന്നത് കുറച്ച് ഗരം മസാലയാണ്. അത് നമ്മുടെ വിഴുക്ക് വരട്ടിക്ക് വേണ്ട. അപ്പം ബാക്കി ഉപ്പ് രണ്ടിടത്തും നമുക്ക് വേണം. ഇത് ഞാൻ പരലുപ്പിൻ്റെ വെള്ളമാണ് കേട്ടോ. അപ്പം എനിക്ക് കണക്ക് വലിയ പിടിയില്ല, എങ്കിലും ഞാൻ അരപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നക്കി നോക്കും കറക്റ്റാണോ എന്ന്. വിഴുക്ക് വരട്ടിക്ക് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് കൈവച്ച് ഇങ്ങനെ കൊട്ടി അതെല്ലാം മിക്സ് ചെയ്ത്, ഇനി വിഴുക്ക് വരട്ടിയത് ഉണ്ടാക്കാനുള്ളത് ഞാൻ കൈവച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യും. അതുപോലെ തന്നെ ഉള്ളിയും കൂടെ ഇട്ടിട്ട് അരപ്പ് നല്ലതുപോലെ മിക്സ് ചെയ്യും. കാരണം എന്താണെന്ന് വിചാരിച്ചത്, ഞാൻ സാധാരണ വെജിറ്റബിൾ വെന്തതിന് ശേഷമാണ് ചിലപ്പം നമ്മൾ അരപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ആദ്യമേ തന്നെ അരപ്പിൽ നമ്മൾ കൈ വെച്ചിങ്ങനെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് എണ്ണ തിളപ്പിക്കുക, കടുക് പൊട്ടിക്കുക, ഇതിട്ടതിന് ശേഷം അടച്ച് വേവിക്കുമ്പം ഭയങ്കര ഒരു ടേസ്റ്റ് ഡിഫറൻസ് എനിക്ക് തോന്നി. ഇനി മീനും കൂടെ എനിക്ക് നേരെ ശരിയാക്കണം. അന്നേരം ഇവിടെ നമ്മൾ വിഴുക്ക് വരട്ടാനുള്ള പരിപാടിയാണ്. ഞാൻ 2 പാനിലും ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല ഇത് എന്തിനാണ് 2 കൂടെ ചൂടാക്കിയെന്ന്. എനിക്ക് തോന്നുന്നു ഒരെണ്ണം കടല വേവിക്കാനാണ്. അപ്പോൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 2 ഒരുമിച്ച് വറ്റിച്ചു. പിന്നെ ആ കടലയ്ക്കകത്ത് കടല റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഗാർണിയർ, ജിഞ്ചർ അതിൻ്റെ പേസ്റ്റും കൂടെ ഒന്ന് എടുത്ത് വഴറ്റണം. അന്നേരം ജസ്റ്റ് തീ കുറച്ച് വെച്ചിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വേണ്ടി. അതിനകത്ത് ഞാൻ കുറച്ച് ഉഴുന്ന് ഇടും കേട്ടോ, എങ്കിലേ ആ കടലയ്ക്ക് ഒരു ടേസ്റ്റ് ഉള്ളൂ. ഞാൻ നേരത്തെയും കുറേ പ്രാവശ്യം ഈ റെസിപ്പിക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ വിഴുക്ക് വരട്ടിക്ക് നമുക്ക് അതൊക്കെ എടുത്ത് വെച്ച് കോവയ്ക്കയും ഉള്ളിയും കൂടെ എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഒരു 3 മിനിറ്റോ 5 മിനിറ്റോ കഴിയുമ്പം ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചേക്കുന്നത്. കാരണം എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതിൻ്റെ ഇപ്പുറത്തോട്ട് നമ്മൾ കടല റോസ്റ്റ് ഉണ്ടാക്കുന്നതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇപ്പുറത്ത് ജോലി ചെയ്യും, അത് കഴിഞ്ഞ് അപ്പുറത്ത് ജോലി ചെയ്യുന്ന ആ കോൺസെൻട്രേഷനിൽ ഇവിടെ കിടന്ന് കരിയുന്ന അരി അങ്ങ് മറന്നു പോകും. അത് എപ്പോഴും പറ്റാറുള്ളൊരു ഇതായതുകൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും കറി കൂട്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മറ്റേതിൻ്റെ ഫ്ലെയിം ഞാൻ ലോ ചെയ്ത് വെക്കും. ഇത് ബ്രേക്ക്ഫാസ്റ്റാണേ. ഇത് ഓട്സ് ഞാൻ കലക്കി ഇനി അതിനകത്ത് കുറച്ച് പാലും കൂടെ ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് ഹണിയും കൂടെ ഒന്ന് ആഡ് ചെയ്യണം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എല്ലാ ദിവസവും ഞാൻ പാലൊന്നും ഒഴിക്കാറില്ല, വല്ലപ്പോഴും. ഇതിപ്പം പാല് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ട്. ഇനി അത് ഒന്ന് കാച്ചി എനിക്ക് ഒഴിക്കുകയും കൂടെ ചെയ്യണം. ഇവിടെ അങ്ങനെ സാത്തിക്കുട്ടിക്ക് ഹോളിക്സ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇപ്പോൾ അവൾക്ക് താല്പര്യമില്ല. പിന്നെ ചായ അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസമൊന്നും കുടിക്കാറുമില്ല. കൂടുതലും ഞാൻ കുടിക്കുന്നത് ഗ്രീൻ ടീ ആണ്. ചായശീലം അങ്ങ് ഒഴിവാക്കാൻ ശ്രമിക്കും. എങ്കിലും ഇവിടെ അമ്മ വരുമ്പം എന്നെക്കൊണ്ട് സ്ഥിരമായിട്ട് ആ സമയമാകുമ്പോൾ അമ്മയ്ക്ക് ചായ കുടിക്കണം. അപ്പോൾ കൂട്ടത്തിൽ ഞാനും കുടിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ കുറേ അമ്മ പോയി കഴിയുമ്പോൾ എനിക്ക് നല്ല തലവേദനയാണ്. ആ ഒരു ശീലം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്.
ഈ നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്ത് എനിക്ക് ഏറ്റവും കിട്ടിയിരിക്കുന്ന ഒരു ബാഡ് ഹാബിറ്റ് എന്ന് വിചാരിച്ച രാത്രിയുള്ള സ്നാക്സ് തീറ്റയാണ് കേട്ടോ. എനിക്കൊരു 1:30-2 മണിയാവുമ്പം ഭയങ്കര വിശപ്പാണ്. അന്നേരം എന്തെങ്കിലും ഒരു സ്നാക്സ് എടുത്ത് കഴിക്കുക. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വണ്ണം തീരെ അങ്ങോട്ട് കുറയാത്തത്. ഞാൻ പിന്നെ നല്ലൊരു ക്വാണ്ടിറ്റി ചോറും കൂടെ കഴിക്കും. അന്നേരം ഭയങ്കര ഒരു അൺഹെൽത്തി ആണത് ശരിക്കും. പിന്നെ ഞാൻ ചില സമയം ഇങ്ങനെ ഡിസിഷൻ എടുക്കും, ഈ ഒരാഴ്ചത്തേക്ക് ഒറ്റ സ്നാക്സ് പോലും കഴിക്കത്തില്ലെന്ന്. അങ്ങനെ വാശി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ കറക്റ്റായിട്ട് ഞാൻ പാലിക്കാറുണ്ട്. പക്ഷെ പിന്നെയും ഒരാഴ്ച കഴിയുമ്പം ചങ്കരൻ എപ്പോഴും തെങ്ങി തന്നെയെന്ന് പറയുന്ന കണക്ക് എൻ്റെ ഒരവസ്ഥ വീണ്ടും അങ്ങനെ. അന്നേരം രാത്രി ഞാൻ വിചാരിച്ചു വല്ല ഓട്സ് വല്ലതും കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശക്കാന്നേരം വിശപ്പ് അകറ്റാൻ വേണ്ടി ഇന്നത് തന്നെ വേണം എന്നൊന്നും ഇല്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമല്ലോ, അങ്ങനെ വല്ലതും കഴിക്കാമെന്ന്. ശരിക്കും ഉണ്ടല്ലോ, ചില ശീലങ്ങളൊക്കെ നമ്മുടെ ഒരു വീക്ക്നെസ്സായി മാറിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറ്റാൻ ഭയങ്കര പാടാണ്. ഒരു നടക്കും പോവില്ല. പിന്നെ ഒരു സബ്സ്ക്രൈബർ മെസ്സേജ് ചെയ്തിരുന്നു, പണ്ടത്തെ എൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയത്തില്ല എത്ര പേര് പണ്ടത്തെ എൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടെന്ന്. അന്നേരം വീടൊക്കെ വെച്ച് വലിയ വീടൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം മെസ്സേജ് വഴി ഷെയർ ചെയ്തപ്പം അത് വായിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ. ശരിയാണ്, നമ്മുടെ ആ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം, പണ്ട് വീടില്ലാത്തൊരവസ്ഥ, പിന്നെ വീട് വെക്കുന്ന അവസ്ഥ, അങ്ങനെ പല പല അവസ്ഥകളിൽ കൂടിയാണല്ലോ നമ്മളെല്ലാവരെയും തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം ബാക്ക് ടു വീഡിയോ. അപ്പം ഞാനിവിടെ മീൻ വറുത്തത് ഇന്ന് എൻ്റെ എയർ ഫ്രയർ എന്നെ ചതിച്ച്. ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടെ കറണ്ടില്ല. ഞാനെല്ലാം സെറ്റ് ചെയ്ത് മീനും അതിനകത്ത് എടുത്തിട്ട് സ്വിച്ച് ഓൺ ചെയ്യാൻ നോക്കിയപ്പോഴാണ് കറണ്ടില്ലാത്തത്. പിന്നെ ഞാൻ നേരെ അടുപ്പത്തോട്ട് വെച്ച് അപ്പം പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ലാസ്റ്റ് പണിയാണ് ഈ പാത്രം കഴുകുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് കഴിയുമ്പം തീരുമ്പോൾ, ഒരുമിച്ചിട്ട് കഴുകുമ്പം എല്ലാം അങ്ങ് തീരും. പിന്നെ ചില സമയങ്ങളിൽ ഞാൻ അന്നേരം കഴുകി വെക്കും. പക്ഷേ പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും അങ്ങ് എപ്പോഴും ആ ടബിനകത്ത് പാത്രം കാണും. അന്നേരം ഒരുമിച്ച് കഴുകി വെക്കാൻ നേരം അത്രയും സമയം കുറവാണ്. എപ്പോഴും കിടന്നിട്ട് കഴുകാൻ ഒരു മടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇനി ഈ വേവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പാത്രത്തിൽ എടുത്ത് വെക്കുന്നതാണ്. ഇതെന്തിനാന്ന് വിചാരിച്ചാൽ എനിക്ക് രാത്രി ഒരു അവറാണ് ബ്രേക്ക് ഉള്ളത്. അപ്പം ആ സമയത്ത് ഫുഡ് കഴിക്കുക, സാത്തിക്കുട്ടിയെ പല്ലേൽപ്പിക്കുക, മെഡിസിൻ കൊടുക്കുക, എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിനെ തികയത്തുള്ളൂ. അന്നേരം പാത്രം കഴുകലിൻ്റെ എണ്ണം കുറയ്ക്കാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇപ്പം എല്ലാ പാത്രത്തിലും എടുത്ത് വെച്ച് കഴിയുമ്പം ബാക്കി ചട്ടികളും നമ്മൾ വേവിച്ച പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഞാനിപ്പോൾ കഴുകി വെക്കും. അന്നേരം കോവയ്ക്ക നാളത്തേക്കും കൂടെ എടുത്ത് വെക്കും. അതുപോലെ തന്നെ കടൽ എല്ലാം ഒരു പ്ലേറ്റിനകത്ത് എടുത്ത് വെച്ച് ഇനി ലാസ്റ്റ് നമ്മുടെ മീൻ വറുത്തതും കൂടെ അങ്ങനെ എടുത്ത് വെക്കാം. അന്നേരം ബാക്കി വരുന്നത് നേരെ രാത്രി കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നേരെ അങ്ങ് ഇത് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. എൻ്റെ കയ്യിൽ സ്റ്റീൽ പ്ലേറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ, പ്ലാസ്റ്റിക്കാണ് കൂടുതലും. എങ്കിലും ഞാൻ കറിയൊക്കെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് മാക്സിമം സ്റ്റീൽ പ്ലേറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നല്ല ചൂടോടെ ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആറാൻ വേണ്ടി ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാ പരിപാടികളും കൂടെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആവാൻ പോയി. ഇനി ഫ്രഷായിട്ട് വന്നിട്ടായിരുന്നു ആ കുക്കറും കൂടി ഉണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കഴുകാൻ വേണ്ടി. അതിപ്പം ഞാൻ എല്ലാം കഴുകി സെറ്റാക്കിയിട്ട് വേറെ കുറച്ച് ചോറും കൂടെയാണെന്ന് തോന്നുന്നു ഞാൻ വേവിക്കുന്നത്. കാരണമെന്ന് വിചാരിച്ചാൽ ഉച്ചക്കത്തേക്കുള്ള അരി ഉണ്ടായിരുന്നു, കഴിക്കാനുള്ള ചോറുണ്ടായിരുന്നു, രാത്രി ഇനിയില്ല. അന്നേരം അത് ജസ്റ്റ് വെച്ച് പതുക്കെ ആക്കിയാൽ മതിയല്ലോ. പിന്നെ ഇതങ്ങ് ആറ്റി ഇതും ഫ്രിഡ്ജിലേക്ക് വെക്കും. രാത്രി ചിലപ്പം തികഞ്ഞില്ലല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഈ കിടന്ന് വെക്കുന്നത്. ചില സമയം ആ തിളപ്പിച്ച് ഊറ്റിയ ചോറ് തന്നെ ഒരുപാട് കാണുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇവിടെ വേസ്റ്റ് ആവുന്നത് അരിയാണ് കേട്ടോ. എനിക്കതിന് വലിയ കണക്കില്ലാത്തതാണ് പ്രശ്നം. ഞാൻ ഇച്ചിരി ക്വാണ്ടിറ്റി കുറച്ച് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഇവിടെ തികയത്തില്ല. എങ്കിൽ കുറച്ച് കൂടുതൽ ഇടുവാണെങ്കിൽ ഒരുപാട് ബാക്കി വരികയും ചെയ്യും. അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ റൈസിൻ്റെ ഒരു ക്വാണ്ടിറ്റി. അപ്പം ഇതിനകത്ത് മീൻ വറുത്തത്, കോവയ്ക്ക, പിന്നെ നമ്മുടെ കടല റോസ്റ്റ്, ഇത് ഇത്രയും കൂടെ കഴിഞ്ഞ്
ഞാൻ എപ്പോഴും കഴിക്കുമ്പം എന്തെങ്കിലും പ്രോഗ്രാംസ് ടി വിയിലെ പ്രോഗ്രാംസ് കണ്ടിട്ടേ എനിക്ക് കഴിക്കാൻ പറ്റും. എനിക്കതൊരു വല്ലാത്തൊരു അഡിക്ഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറേ അഡിക്ഷൻസിൻ്റെ പുറത്താണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് പതുക്കെ ഇപ്പം നമ്മുടെ പ്ലേറ്റ് കാലിയാവും കേട്ടോ. വേണ്ട, എൻ്റെ കഴിപ്പും ഒക്കെ കഴിഞ്ഞു. ഇനി ഇതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് കിടക്കാൻ പോവും. അതല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് വല്ലതും ഉണ്ടെങ്കിൽ അത് ചെയ്യും. അപ്പം കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി സാത്തിക്കുഞ്ഞിനെ ഇനി വിളിക്കാൻ പോകണം. അപ്പം എൻ്റെ മുടിയിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ക്രീമും കൂടെ കാണിച്ചു തരാം. ഇത് ഹിമാലയയുടെ ഹെയർ കെയറിൻ്റെ ഒരു ക്രീമാണ്. അതല്ലെങ്കിൽ ഞാൻ ജെല്ല് യൂസ് ചെയ്യും. കാരണം എൻ്റെ ഭയങ്കര കേർലി ഹെയർ ആയതുകൊണ്ട് എല്ലാം കൂടെ പറന്ന് കിടക്കും കേട്ടോ. പക്ഷേ ഈ ക്രീമുണ്ടല്ലോ എടുത്ത് നോക്കിയപ്പോഴാണ് ഒരിച്ചിരിയേ ഉള്ളൂ, ഇനി എല്ലാം തീർന്ന്. ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പം മേടിക്കണമെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് ഷോപ്പിങ്ങിന് വന്നിട്ട് ഞാനിത് എടുത്ത് വെക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അങ്ങ് മറന്നു പോകും. ഇടയ്ക്ക് വെച്ച് ഞാൻ ജെല്ല് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് മുടി കൊഴിച്ചിൽ വന്നതുകൊണ്ട് ജെല്ലങ്ങ് നിർത്തി. പക്ഷേ ജെല്ല് യൂസ് ചെയ്യാൻ നേരം മുടിയൊന്നും പറക്കാണ്ട് നന്നായിട്ട് ടിപ്പ് ടോപ്പായിട്ടിരിക്കുക. അപ്പം എൻ്റെ ഒരുങ്ങാനുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് വിചാരിച്ചാൽ എൻ്റെ ചുറ്റുമുള്ള ആൻറ്റിമാരാണ്. അപ്പം ഞാൻ ഈ കൈ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പോയി കൈയൊക്കെ ഒന്ന് കഴുകി, അതായത് തലയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തേച്ച് കഴിഞ്ഞാൽ കൈ നല്ല വൃത്തിയായിട്ട് പിന്നെ കഴുകിയിട്ട് വേണം മുഖത്തുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി. ഇത് ബീട്രൂട്ട് വെച്ച് നമുക്ക് ആ ഒരു നീര് വെച്ച് കഴിഞ്ഞാൽ ഐഷാഡോ കണക്ക് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല ലാസ്റ്റ് ചെയ്യും. ഇത് വിഷുവിന് ഞങ്ങൾ മേടിച്ച കണ്ണാടിയാണ് കേട്ടോ, കുഞ്ഞ് കണ്ണാടി. ഈ ബീട്രൂട്ടിൻ്റെ ആ നീര് നമ്മുടെ കണ്ണിൻ്റെ മണ്ടയിൽ ഇടുവാണെങ്കിൽ കറക്റ്റ് ഐഷാഡോ കണക്ക് തോന്നും. പിന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് കണക്കിട്ട്, ഇത് കുറച്ച് ഡാർക്കായിട്ട് തോന്നുവാണെങ്കിലും ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ന്യൂഡ് ഷെയ്ഡാവും. പക്ഷേ കണ്ണിൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അത് ഇടുന്നെങ്കിൽ. പക്ഷെ കൊച്ചുങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ സൺസ്ക്രീമും. അപ്പോൾ സൺസ്ക്രീമും ഈ ഒരു ബോഡി ലോഷനുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് എന്തിനാണെന്ന് വിചാരിച്ചാൽ ഇതിനകത്ത് നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. കയ്യിൽ എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഒന്നെങ്കിൽ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ മറ്റേ ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ യൂസ് ചെയ്യും. അന്നേരം നമ്മൾ സാത്തിക്കുട്ടിയുടെ സ്റ്റോപ്പിലെത്തി. അപ്പം ഇങ്ങനെയൊക്കെയാണ് സാത്തിക്കുട്ടിയെ വിളിക്കാൻ പോകുന്നിടം വരെയുള്ള എൻ്റെ ഒരു റുട്ടീൻ. ഇനിയിപ്പോൾ സാത്തിയുടെ കൂടെ പഠിക്കുന്ന ബാക്കിയുള്ള പിള്ളേരുടെ അമ്മമാർ വന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബസ് വരും. അന്നേരം നമ്മുടെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അന്നേരം ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം.